ഹലോ ഗായ്സ്, എല്ലാവർക്കും സിനി ടൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ട്രെയിലർ റിലീസായ ശേഷം ഏറെ ചർച്ചയായ പരൻ സുന്ദരി മൂവിയെക്കുറിച്ചാണ്. മാസ് ആണോ അല്ലെങ്കിൽ മെസ് ആണോ, നമുക്ക് നോക്കാം. തേക്കപ്പെട്ട സുന്ദരി നടക്കുന്നത് തേക്കപ്പെട്ട യൂണിവേഴ്സിലാണ്. അത് നമ്മുടെ കേരളത്തിലാണ്. സ്ഥലം കാണിക്കുന്നത് നങ്ങ്യാർ കുളങ്ങരയാണ്. പക്ഷെ കാണുന്ന വണ്ടികളെല്ലാം KL6 ആണ്. ഇവർക്കിതായിരിക്കും കിട്ടിയത്. ഗാന്ധിയൻ സ്വഭാവമുള്ള കുട്ടിയാണ് ഈ സുന്ദരി. ഒരു തുണി കൊടുത്തു കഴിഞ്ഞാൽ 8-9 ടോപ്പുകൾ വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ കുട്ടിക്ക് ഒരു അനിയത്തിയുണ്ട്, അമ്മാവനുണ്ട്, അമ്മാവിയുണ്ട്. ഈ അനിയത്തി കുട്ടി ഒറീസയിൽ നിന്ന് നാട്ടിലോട്ട് അവധിക്ക് വരുന്ന പോലെയാണ് മലയാളം പറയുന്നത്. ഇവർ തമ്മിൽ കൂടുതൽ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇവർ മലയാളി കേരള കാണിക്കുന്നത്? രഞ്ജി പണിക്കർ, തന്വീർ, മഞ്ജുഷ തുടങ്ങിയ കുറച്ച് മലയാളി ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. ഇവരൊക്കെ മലയാളം വ്യക്തമായിട്ടാണ് പറയുന്നത്. വിഷ്വൽസ് ഒക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഭാഷ, സംസ്കാരം അതിനൊക്കെ അർത്ഥം കൊന്നിട്ടുണ്ട്. ഈ അനിയത്തിയ, സുന്ദരി, ഈ കെട്ടാൻ പോകുന്ന പയ്യൻ ഒഴികെയുള്ളവരെല്ലാവരും വ്യക്തമായി മലയാളം പറയുന്നുണ്ട്. ഇവരേതോ ഭാഷയാണ് ഈ പറയുന്നത്. ഇടയ്ക്ക് മലയാളിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മലയാളം പറയുന്നുണ്ട്. ഈ തേക്കപ്പെട്ട സുന്ദരി ഹോം സ്റ്റേ നടത്തിയാണ് ജീവിക്കുന്നത്. അമ്മാവനെ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്ന ആശാനാണ്. എന്നാലല്ലേ കേരളം കളരി എന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ. നായികയെ കണ്ടപ്പോൾ തന്നെ നായകൻ ഫ്ലാറ്റായിപ്പോയി. അത് എല്ലാ സിനിമയിലും കാണുന്ന പോലെ. നായകനോട് നായികയ്ക്ക് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് നമുക്ക് ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യും. നായകൻ പരം ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. കോടീശ്വരനായ ഒരാളുടെ മകനാണ്. ഡേറ്റിംഗ് ആപ്പ് ഐഡിയയായിട്ട് ബന്ധപ്പെട്ട് അവൻ്റെ സോൾമേറ്റ് ഈ കുട്ടിയാണ് ആപ്പ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അവൻ അങ്ങ് ഡൽഹിയിൽ നിന്ന് ഇങ്ങ് കേരളത്തിലേക്ക് വരുന്നത്. സാരിയൊക്കെ ഉടുക്കുന്നത് സ്കെയിലിൽ ഏറ്റവും ചെറിയ അളവിലാണ്. അളവിൽ നിന്നില്ലെങ്കിൽ വലിച്ച് താഴെ ഇടുകയും ചെയ്യും. പാട്ട് വന്നാലും മഴ വന്നാലും വെയിൽ വന്നാലും പുള്ളിക്കാരിക്ക് സാരിയോ അലർജിയാണ്. കോമഡി ആയിട്ട് തോന്നിയൊരു സീന്, ഈ നായകന് ജിമ്മിലെ ഡ്രസ്സ് ഇട്ടാണ് കേരളത്തിൽ വന്നിട്ട് രാവിലെ ഓടാൻ പോയത്. ഓടി ഒരു കവലയിൽ എത്തുമ്പോൾ അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി തടഞ്ഞു നിർത്തി, ഇങ്ങനത്തെ കുട്ടി നിക്കറൊന്നും ഇവിടെ ഇടാൻ പാടില്ല, ഒരു കസവും കൊണ്ട് വാങ്ങി അത് ഇട്ടിട്ട് ഓടാൻ പാടുമോ എന്നൊക്കെയാണ് പറയുന്നത്. യൂഷ്വൽ എല്ലാ സിനിമയും പോലെ നായകനും നായികയും സ്നേഹമാകുന്നു. അത് തുറന്ന് പറയുന്നില്ല. അവർ മനസ്സിൽ പൂട്ടി വെച്ചിരിക്കുകയാണ്. ഒടുക്കത്തെ സ്നേഹമാണ്. അവർ കറങ്ങാൻ പോകുന്നു, മഴ വരുന്നു, ഡാൻസ് കളിക്കുന്നു. അവരൊരു പള്ളിയിലാണ് കയറി നിന്നത്. എന്നിട്ട് അവിടെ വെച്ച് റൊമാൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അവിടുത്തെ നാട്ടുകാരുടെ ഒരു ആവശ്യമാണ് ശങ്കരൻ ട്രോഫി നേടുക എന്നത്. നായിക ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നായകൻ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. മത്സരം എന്താണെന്ന് വെച്ചാൽ, കളരിയും മസിലുമുള്ള ആശാമാർ അവരുടെ വായിൽ സ്പൂണും നാരങ്ങയും വെച്ച് കുറേ കമ്പും കോലും ഒക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. അതൊക്കെ തടഞ്ഞ് ഏറ്റവും ആദ്യം ക്രോസ് ചെയ്യുന്ന ആളാണ് ഫസ്റ്റ് അടിക്കുന്നത്. ഇതാണ് ശങ്കരൻ ട്രോഫി മത്സരം. ശങ്കരൻ ട്രോഫിയുടെ ഫൈനലാണ് വള്ളംകളി. ഇവരുടെ ടീം തോറ്റില്ല എന്ന് പറഞ്ഞ് ഏറ്റവും ബാക്കിലാണ്. അപ്പോഴാണ് നമ്മുടെ നായകനൊരു ഐഡിയ വന്നത്. നായകൻ ഒരു ഹിന്ദിയിൽ പാട്ട് പാടി ആ ടീം തുഴഞ്ഞ് ഫസ്റ്റ് എത്തി കപ്പടിക്കുന്നു. എത്രയോ മലയാളത്തിലെ പാട്ടുണ്ട്, എന്നിട്ട് അവർ ഹിന്ദിയിലെ പാട്ടാണ് പാടിയത്. വള്ളംകളി ഫാൻസിൻ്റെ ശാപം ഏൽക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് ആൾക്കാരുടെ എഫേർട്ട് പറയാനുണ്ട്. കയ്യിൽ നെയിൽ എക്സ്റ്റൻഷനൊക്കെ ഉണ്ട്. ആ കൈ വെച്ചാണ് തെങ്ങിൽ കയറി തേങ്ങ ഇടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇത്രയും ഈസിയാണോ തെങ്ങ് കയറ്റം എന്ന് നമുക്ക് തോന്നും. ജാൻവിയുടെ ഒരു ഡെഡിക്കേഷന് പറയാതിരിക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ ഡെഡിക്കേഷൻ ഇട്ട് സിദ്ധാർത്ഥം കയറി തേങ്ങ ഇടുന്നുണ്ട്. ഹിന്ദിക്കാരുടെ വിചാരം കേരളത്തിലുള്ളവർക്കൊന്നും ഇംഗ്ലീഷ് അറിയത്തില്ലെന്നാണ്. ഇവർ എയർപോർട്ടിൽ ഇറങ്ങി ഇപ്പോൾ ടാക്സി കയറിയിട്ട് ഡ്രൈവർ ഇവരോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ ലിറ്ററേച്ചർ ഉള്ള നാടാണ് കേരളം എന്ന്. പിന്നെ ഹിന്ദിക്കാർക്കൊരു വിചാരമുണ്ട്, കേരളത്തിലുള്ള എല്ലാവരും രാവിലെ മുതലേ കള്ളുകുടിയാണ്. മോഹിനിയാട്ടം കളിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറുന്ന നായികയോട് നായകൻ ചോദിക്കുകയാണ്, ഒടിയൻ സിനിമയിൽ കുറച്ച് കഞ്ഞി തരട്ടെ എന്ന് ചോദിക്കുന്ന പോലെ കുറച്ച് കള്ള് തരട്ടെ. നായികയും നായകൻ്റെയും സ്കിൻ പോളിഷ് ചെയ്ത് ആ ഒരു എഫക്റ്റ് മറ്റ് താരങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതുപോലെ എനിക്ക് തോന്നിയില്ല. ടൂറിസം ഇവർ നല്ലോണം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ, ബോട്ട്, കളരിപ്പയറ്റ് അങ്ങനെ. ഇവർക്കൊന്നും ദൂരെ ഒരു ബാധകമല്ല. നായകന് ബോറടിച്ചപ്പോൾ നായിക എടുക്കടാ വായിക്ക്, നമുക്കങ്ങ് മൂന്നാർ വരെ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ് അപ്പോഴാണ് ആ ഒരു പാട്ടൊക്കെ വരുന്നത്. എന്തായാലും പരം സുന്ദരി ഗ്ലാമർ ഫോക്കസ്ഡ് മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.